ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. CUET എക്സാമുമായി ബന്ധപ്പെട്ട് 2025-2026 അധ്യയന വർഷത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളിൽ അതായത് 2025 വർഷത്തെ CUET നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതായത് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ CUET പരീക്ഷ അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അതായത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, വിദ്യാർത്ഥികൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചാലുള്ള നേട്ടങ്ങൾ തുടങ്ങിയ ഓരോ കാര്യം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ CUET എക്സാം അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും അത് UGയും PGയും ഉണ്ട്. അപ്പോൾ നിലവിൽ ഈ വർഷം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം +2 പൂർത്തിയാക്കിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ CUET എക്സാമിന് വേണ്ടി ഈ വർഷത്തെ അതായത് പുതിയ വർഷത്തെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷം അതായത് 2025 ഫെബ്രുവരി മാസത്തിൽ വിളിക്കുന്ന CUET UG എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് എൻട്രൻസ് എക്സാം വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് CUET എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കേരളത്തിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അത്തരത്തിൽ കേരളവും കേരളത്തിന് പുറമേയുമുള്ള ഏകദേശം 46ഓളം സെൻട്രൽ 2024 അപ്ഡേറ്റ്സ് പ്രകാരം 46ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ തന്നെ 44ഓളം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും 32ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഏകദേശം 200-ൽ പരം യൂണിവേഴ്സിറ്റികളാണ് വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന CUET എക്സാം നടത്താറുള്ളത്. അപ്പോൾ എന്തായാലും രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ CUET എക്സാം നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ CUET എക്സാമിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റം നോക്കാം. അതായത് ഏറ്റവും അവസാനമായിട്ട് UGC ചെയർമാൻ്റെ അതായത് പ്രസ്താവന പ്രകാരം അതിൽ ഏറ്റവും പ്രധാനമായിട്ടും CUETൽ വരുന്നൊരു മാറ്റമാണ് സ്വാഭാവികമായിട്ടും +2 പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് സയൻസ് എടുത്ത വിദ്യാർത്ഥി അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥി, ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥി അവർക്ക് ഓരോരുത്തരും അവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ ആയിരിക്കും ഡിഗ്രിക്ക് എടുക്കുക. എന്നാൽ അതിൽ നിന്നൊരു കൃത്യമായിട്ടൊരു മാറ്റവുമായി അതായത് UGC ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾ +2 പഠിച്ച സബ്ജക്റ്റിനെ ബേസ് ചെയ്യാതെ ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് CUET UG എക്സാം എഴുതുവാൻ സാധിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന UGC ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ +2 പഠിച്ച വിദ്യാർത്ഥിക്ക് ഏത് സ്ട്രീമിലും CUET എക്സാം എഴുതിയിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും 2025 ഫെബ്രുവരി മാസം വിളിക്കുന്ന എക്സാമുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു പുതിയ റൂൾ വരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് CUET എക്സാം കൃത്യമായിട്ട് ഓൺലൈനായിട്ട് നടത്താൻ CBT ബേസ്ഡ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാക്കി മാറ്റുകയാണ്. കഴിഞ്ഞ വർഷം വരെ ഓരോ സെൻറ്ററിലും അതായത് കേരളത്തിലെയും ഓരോ ജില്ലകളിലും എൻട്രൻസ് എക്സാം സെൻറ്റർ ഉണ്ട്. ആ രീതിയിൽ വിദ്യാർത്ഥികൾ റിട്ടൺ എക്സാം എന്നുള്ളൊരു സിസ്റ്റമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിലോട്ട് മാറ്റുകയാണ്. അതും വിദ്യാർത്ഥികൾക്ക് അതായത് ഓൺലൈനായിട്ട് തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും വരിക. അപ്പോൾ അത് വലിയൊരു മാറ്റം CUET ഭാഗത്ത് നിന്ന് വരുമെന്നുള്ള കാര്യം UGC ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. അത് 2025 തൊട്ട് ഈ ഒരു കാര്യം പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് സബ്ജക്റ്റ് അതായത് 63ഓളം സബ്ജക്റ്റുകൾക്ക് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം CUET എക്സാം നടത്തിയിരുന്നു. എന്നാൽ ഈ വർഷം 37 സബ്ജക്റ്റുകൾ മാത്രമാണ് CUET എക്സാം കോമൺ ആയിട്ട് നടത്തുകയുള്ളൂ. അതേപോലെ ബാക്കി വരുന്ന സബ്ജക്റ്റുകൾ ജസ്റ്റ് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് വഴി ആയിരിക്കും, ഒരു കോമൺ ആയിട്ടുള്ള ടെസ്റ്റ് വഴി ആയിരിക്കും അഡ്മിഷൻ കൊടുക്കുക. എന്നാൽ CUET എക്സാം കോമൺ ആയിട്ട് നടത്തി 37 സബ്ജക്റ്റുകളായിരിക്കും. ആ സബ്ജക്റ്റുകൾ കാര്യങ്ങളൊക്കെ പുതിയ പ്രോസ്പെക്ട്സ് എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഈ ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തോട് വരും. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യം നമുക്ക് ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം എഴുതുവാൻ സാധിക്കുന്ന സബ്ജക്റ്റുകൾ 6 ആയിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുത്തി 5 സബ്ജക്റ്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. 5 സബ്ജക്റ്റ് വരെ വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം എക്സാം എഴുതുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ മറ്റൊരു CUET ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് 45 മിനിറ്റ് എന്നുള്ള ആ ഒരു പരീക്ഷയുടെ ടൈമിൽ നിന്നും എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരേ ഡ്യൂറേഷൻ എന്നുള്ള രീതിയിൽ 60 മിനിറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കില്ല. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അതേപോലെ ടൈം ലിമിറ്റ് ഓരോ സബ്ജക്റ്റിനും 60 മിനിറ്റ് എന്നുള്ള രീതിയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് CUET ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളും പറയുവാനുള്ളത് നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ
രാജ്യത്തെ ഏറ്റവും സൂപ്പർ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് +2 നിങ്ങൾ പാസ്സാകുന്നു. അതോടൊപ്പം തന്നെ ജസ്റ്റ് ഈ ഒരു CUT എക്സാം നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് എൻട്രൻസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് രാജ്യത്തെ ഓരോ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേവലം നമ്മൾ ജസ്റ്റ് നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ ഒതുങ്ങുന്ന ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രം നിങ്ങൾ സ്വപ്നം കാണാതെ രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും വന്നിട്ട് പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും പല കോഴ്സുകളും നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളക്കാർ കേവലം ജസ്റ്റ് കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ കേരളത്തിന് പുറമേയുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി വിദേശ രാജ്യത്ത് നടക്കം വരുന്ന വിദ്യാർത്ഥികളുടെ കൂടെ നമുക്കും വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ഭാഷകളിലൂടെ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ മൾട്ടി ലാംഗ്വേജ് സ്കില്ല് നേടുവാൻ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറി സംവിധാനങ്ങൾ, ഏറ്റവും നമ്പർ 1 ക്യാമ്പസ് സൗകര്യങ്ങൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മികച്ച രീതിയിൽ ഒരു ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നമ്പർ 1 സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. രാജ്യത്തെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു കുറച്ചു കാലം മുമ്പ് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഔട്ട്സൈഡ് പോകുക എന്നുള്ള വലിയൊരു ഒരു പ്രശ്നമുള്ള കാര്യമായിരുന്നു. കാരണം പലർക്കും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിരുന്നു, പേടിയായിരുന്നു എന്ന് പറയാം. ഇന്ന് മാറി ഇന്ന് നമ്മുടെ രാജ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എവിടെ പോയാലും നമ്മുടെ കേരളത്തിലെ മലയാള വിദ്യാർത്ഥികൾ എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് ഒരുപാട് വിദ്യാർത്ഥിനികൾ അതായത് ഗേൾസ് ആൻഡ് ബോയ്സും നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേവലം സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറുതെ ഒരു ക്യാമ്പസിൽ പോയിട്ട് വെറുതെ എന്തെങ്കിലും പോയിട്ട് പഠിച്ച് വരുന്നൊരു സിസ്റ്റമല്ല. കാരണം നമ്മൾ അവിടെ പഠിക്കുന്നത് കൃത്യമായ രീതിയിൽ ഒരു കോഴ്സ് പൂർത്തീകരിച്ച് ആ കോഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഒരു ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും ആ വിദ്യാർത്ഥി ഓട്ടോമാറ്റിക് അടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ലെങ്കിൽ അടുത്തതായി പഠിക്കേണ്ട PG കോഴ്സ് എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അടുത്ത സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തിരിക്കും. അപ്പോൾ എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ ഏറ്റവും ഉന്നതയിലെത്തിയവർ തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ ആ രീതിയിലാവട്ടെ. രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു JNU യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ CUT എക്സാം നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. അതിനായിട്ട് വേണ്ടത് CUT എക്സാം ജസ്റ്റ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർച്ച് മാസത്തിലെ CUT എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാനും രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലാവട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങളെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.